ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് GK ചോദ്യങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത്. PSCക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഡോൺ ക്വിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഡോൺ ക്വിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? മിഗേൽ സെർവാൻഡിസ്. ചോക്ലേറ്റിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. വാച്ചുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. പാലക്കാട് മണി അയ്യർ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലക്കാട് മണി അയ്യർ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃദംഗം. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സയ്യദ് അഹമ്മദ് ഖാൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് എന്നാണ്? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് എന്നാണ്? 1888. ആത്മസമർപ്പണം എന്ന യോഗ പ്രക്രിയയിലൂടെ മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ആത്മസമർപ്പണം എന്ന യോഗ പ്രക്രിയയിലൂടെ മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി VD സവർക്കർ. ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ആരുടെ ജന്മദിനമാണ് ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ജനാധിപത്യ രാജ്യം ഏതാണ്? നൗറു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. സസ്യങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏത്? സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? രാമചന്ദ്രപുരം, ആന്ധ്ര. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? ഏറ്റവും കൂടുതൽ ബജറ്റുകൾ കേരള നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? KM മാണി. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന്? പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന്? 2006 ആഗസ്റ്റ് 26. EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായ പ്രഥമ കേരള നിയമസഭ അധികാരമേറ്റത് എന്ന്? EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി പ്രഥമ കേരള നിയമസഭ അധികാരമേറ്റത് എന്ന്? 1957 ഏപ്രിൽ 5. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത്? നെല്ല്. ഏത് രാഷ്ട്രത്തലവൻ്റെ ഔദ്യോഗിക കാറിനാണ് ദി ബീസ്റ്റ് എന്ന അപരനാമമുള്ളത്? ഏത് രാഷ്ട്രത്തലവൻ്റെ ഔദ്യോഗിക കാറിനാണ് ദി ബീസ്റ്റ് എന്ന അപരനാമമുള്ളത്? അമേരിക്കൻ പ്രസിഡന്റ്. ഏത് രാഷ്ട്രത്തലവൻ്റെ ഔദ്യോഗിക കാറിൻ്റെ നമ്പർ പ്ലേറ്റിലാണ് C1 എന്നു മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്?
ഏത് രാഷ്ട്രത്തലവൻ്റെ ഔദ്യോഗിക കാറിൻ്റെ നമ്പർ പ്ലേറ്റിലാണ് C1 എന്നു മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. തുരിശ് ചൂടാക്കിയാൽ നീലനിറം നഷ്ടമായി വെള്ളനിറം ആവും. കാരണം എന്ത്? തുരിശ് ചൂടാക്കിയാൽ നീലനിറം നഷ്ടമായി വെള്ളനിറം ആവും. കാരണം എന്ത്? ജലാംശം നഷ്ടമാവുന്നതിനാൽ. UN പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ. UN പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ. MS സുബലക്ഷ്മി. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 4. രണ്ടാം ലോകമഹായുദ്ധം പ്രമേയമാക്കി ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? രണ്ടാം ലോകമഹായുദ്ധം പ്രമേയമാക്കി ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? സ്റ്റീവൻ സ്പീൽബർഗ്. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. കക്കാട്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്ന്? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്ന്? 2015 ഓഗസ്റ്റ് 25. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ ഓർമ്മകളെ ആസ്പദമാക്കി നിയമവാഴ്ച എന്ന പുസ്തകം രചിച്ച കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ ഓർമ്മകളെ ആസ്പദമാക്കി നിയമവാഴ്ച എന്ന പുസ്തകം രചിച്ച കേരളത്തിലെ രാഷ്ട്രീയ നേതാവ്. PJ ജോസഫ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. തിരുവനന്തപുരം. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. സംസ്ഥാന ഭൂരേഖ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിനായി നിലവിൽ വന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന ഭൂരേഖ പരിപാലനം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിർവഹിക്കുന്നതിനായി നിലവിൽ വന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഇ-മാപ്പ്. ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷമേത്? ഭാരതീയ റിസർവ് ബാങ്ക് നിലവിൽ വന്ന വർഷമേത്? 1935. കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത്? കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത്? കരിമീൻ. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? അഭിനവ് ബിന്ദ്ര. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരായിരുന്നു? CR ദാസ്. ജയസംഹിത എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട കൃതി. ജയസംഹിത എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട കൃതി. മഹാഭാരതം. ഏറ്റവുമധികം രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏത്? ഏറ്റവുമധികം രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏത്? ഫുട്ബോൾ. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെ? കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെ? ലാഹോർ. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്?
ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമൂലകം ഏത്? ദ്രാവകാവസ്ഥയിലുള്ള അലോഹമൂലകം ഏത്? ബ്രോമിൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പുനലൂർ തൂക്കുപാലം പണിതീർന്ന വർഷം. പുനലൂർ തൂക്കുപാലം പണിതീർന്ന വർഷം 1877. ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം. ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കര. കൊല്ലം ബൈപ്പാസ് ആകെ ദൂരം എത്ര? കൊല്ലം ബൈപ്പാസിൻ്റെ ആകെ ദൂരം എത്ര? 13.14 കിലോമീറ്റർ. നീണ്ടകര പ്രൊജക്ട് നിലവിൽ വന്ന വർഷം. നീണ്ടകര പ്രൊജക്ട് നിലവിൽ വന്ന വർഷം 1953. 31ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. 31ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കൊല്ലം. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവല്ല. 1994 മാരക്കേഷ് ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏത്? 1994 മാരക്കേഷ് ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടന ഏത്? WTO. മാജിക് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. മാജിക് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനു ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനു ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? അമോണിയ.